ഈ കല്യാണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കല്യാണത്തിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഓർമ്മകളൊക്കെ ഉണ്ടോ? സമയം ഓർക്കാനുള്ള കിട്ടിയില്ല സമയം കിട്ടിയില്ല. അതെ, സത്യമായിട്ട് എന്റെ ഡ്രീം വെഡിങ് എന്ന് പറയുന്നത് 300 പേരുടെ വെഡിങ് വെഡിങ് ആയിരുന്നു. അതിനകത്തൊരു പൂജ്യം ഇപ്പുറത്ത് ആഡ് ചെയ്യുന്നു മാത്രം. അതിലൊരു പൂജ്യം കൂടി പോയി. അതാരോ കഥ അടിച്ചിറക്കി വിജയ് കല്യാണത്തിന് വരുന്നുണ്ടെന്ന്. അത് ശരി. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു പയ്യൻ 4-5 വട്ടം കയറിയിട്ട് എനിക്ക് കൈ തന്നിട്ട് ആരെന്നുള്ള ഞങ്ങൾക്ക് പറഞ്ഞു, 2 പേർക്ക് പറഞ്ഞു. വിജയുടെ ഫാനായിരിക്കും. അല്ല, അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ പ്രതീക്ഷിക്കുള്ളൂ. കാരണം വിജയ്, ധനുഷ്, ഇവരൊക്കെ നയൻതാര, ഇവരൊക്കെ ശരണ്യയുടെ കല്യാണത്തിന് വരും നമ്മൾ ഓഡിയൻസ് വിചാരിക്കും. പ്രതീക്ഷിച്ചു. താങ്കളും അത് പ്രതീക്ഷിച്ചു, പക്ഷെ അവര് വന്നില്ല. അവരെ വരാത്തത് വിളിക്കാത്തോണ്ടാണോ? അല്ല, വിളിച്ചിരുന്നു വിജയ് സാറ്. പറ്റുമെങ്കിൽ അവിടെ നമ്മുടെ ഏതോ ഒരു മൂവിയുടെ ഷൂട്ടിന് കേരളത്തിലുണ്ടായിരുന്നു. അപ്പം മാക്സിമം ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞു, പക്ഷെ വരാൻ പറ്റിയില്ല. ധനുഷ് സാറോ? ധനുഷ് സാറ് വിളിച്ചു, പക്ഷെ പുള്ളിയും തിരക്കിലായിരുന്നു. അപ്പൊ നിങ്ങളുടെ അതായത് ഇപ്പൊ ഇദ്ദേഹത്തിന് ഒരു 300 പേരുടെ കല്യാണം അങ്ങനെയൊക്കെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നല്ലോ. ശരണ്യക്ക് എന്തെങ്കിലും സ്വപ്നം ഉണ്ടായിരുന്നു? ഇന്ന കളർ സാരി ഉടുക്കണം, ഇന്ന ടെമ്പിൾ ജ്വല്ലറി ഇടണം? അല്ല, ഞാൻ കൂടുതൽ പേഴ്സണലി ഞാൻ ട്രഡീഷണലിന് കുറച്ച് വാല്യൂസ് കൂടുതൽ കൊടുക്കുന്ന ആളാണ്. അപ്പം ഞാൻ കല്യാണത്തിന് ഞാൻ സാരിയുടെ കാര്യത്തിൽ ഓർത്തു ഞാൻ റെഡ്, മെറൂൺ ആ ഒരു ഷെയ്ഡ് നോക്കുന്നില്ല. അങ്ങനെ ഞാനൊരു എന്താ പറയാ, പിങ്ക്, ലാവൻഡർ, പേർപ്പിൾ, ഇത് ഈ ഒരു 3 കോമ്പിനേഷൻ്റെ ഒരു സാരിയാണ് ഉടുത്തിരുന്നത്. പിന്നെ ഗോൾഡ് എല്ലാം അങ്ങനെ ഹെവി അതല്ല, എന്നാലും നോർമൽ ആയിട്ടുള്ള നമ്മുടെ ട്രഡീഷണൽ ആഭരണങ്ങളായിരിക്കണം. പിന്നെ മേക്കപ്പ്, ഹെയർ എല്ലാം ഞാൻ തനിയാണ് ചെയ്തത് കല്യാണത്തിന്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ശരണ്യക്ക് എനിക്ക് തോന്നുന്നു ഓവർ മേക്കപ്പ് ചേരില്ല, മുഖമേ മാറിപ്പോ. നോർമൽ മാസ്ക് ഇട്ടാണ്. അപ്പൊ ഞാൻ ഓർത്തു വേണ്ട, എനിക്ക് അതെ അതെ. പറയുന്ന ആള് പിന്നെ